പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഉയിർപ്പിൻ്റെ ദിവസമാണ്, ഈസ്റ്റർ ഡേ. വളരെ സന്തോഷമുളവാക്കുന്ന, ലോകത്തെല്ലായിടവും സകല മനുഷ്യർക്കും സന്തോഷവും സമാധാനവും വാഗ്ദത്തം ചെയ്യുന്നതായ ഒരു മഹത്തായ ദിവസം, ഈസ്റ്റർ ഡേ. ഈ മഹത്തായ മഹനീയമായ ഈ പ്രഭാതത്തെ നമ്മുടെ ജീവിതത്തിലും ഒരു പ്രാവശ്യം കൂടെ കാണുവാൻ, ദർശിക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഹാപ്പി ഈസ്റ്റർ ഡേ ടു എവരിവൺ. എന്താണ് ഈ ഈസ്റ്റർ? ഈസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തിരുവചനത്തോട് നമ്മൾ ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു സന്ദേശ അറിയിപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു അർത്ഥ അറിയിപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, അവൻ ഇവിടെ ഇല്ല. അതാണ് ഈസ്റ്റർ. നിങ്ങൾ ആരെ കാണാൻ വന്നുവോ ആ വ്യക്തി ഇവിടെ ഇല്ല. ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ അതിരാവിലെ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും മറ്റു പല സ്ത്രീ ജനങ്ങളും കൂടെ ചേർന്നും കൊണ്ട് യേശുവിൻ്റെ ശരീരത്തെ ഒരു നോക്ക് കാണുവാൻ അവർ കല്ലറയിലേക്ക് ഓടിച്ചത്. തലേ ദിവസം ശബത്ത് ദിവസമായിരുന്നത് കൊണ്ട് യഹൂദന്മാരുടെ മര്യാദ പ്രകാരം ശവശരീരങ്ങളെ കാണാൻ പോകുന്നത് അനുവദനീയമായിരുന്നില്ല. എന്നാൽ മൂന്നാം ദിവസത്തേക്ക് അവർക്കറിയാം, നാറ്റം വെച്ച് കാണും, വികൃതമായ ശരീരമായി കാണും. കാരണം അവരുടെ കണ്ണാലെ അവർ കണ്ടതാണ്. മുൾക്കിരീടം കൊണ്ട് ആഞ്ഞടിച്ച് തലയിൽ നിന്ന് രക്തം വാർന്നൊലിച്ച് മുഖത്തൂടൊക്കെ ഒലിക്കുന്നത് അവർ കണ്ടതാണ്. അവൻ്റെ കരങ്ങളിലും കാലുകളിലും വലിയ ഇരുമ്പാണികൾ കൊണ്ട് ആഞ്ഞടിച്ച് ആ മരത്തിന്മേൽ തൂക്കിയിരിക്കുന്നത് അവർ കണ്ടതാണ്. വിലാപ്പുറത്ത് കുത്തി വലിയ വലിപ്പമുള്ള ദ്വാരമായ ശരീരത്തിൽ വീണതുകൊണ്ട് രക്തവും വെള്ളവും ധാരധാരയായി ഒഴുകുന്നത് ഈ സ്ത്രീജനങ്ങൾ കണ്ടതാണ്. ആകപ്പാടെ ആ ക്രൂശിൽ നിന്ന് ഇറക്കി ഒരു ശീലയിൽ കൊണ്ട് ചുറ്റി അവനെ അടക്കം ചെയ്ത ശരീരത്തെക്കുറിച്ച് ആ സ്ത്രീകൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അങ്ങനെ വികൃതമായ രക്തം വാർന്നൊലിച്ച് ഉണങ്ങി നാറ്റം വെച്ചതായ ഒരു ശരീരത്തെ കാണുവാൻ ഓടിവന്ന സ്ത്രീകൾക്ക് അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷ വാർത്ത അവരോട് പ്രസ്താവിച്ചതിന് ശേഷം ആ ദൂതൻ സ്ത്രീകൾക്ക് കൊടുത്തതായ, കാണാൻ ചെന്നതായ അവർക്ക് കൊടുത്ത ഒരു കൽപ്പന, നിങ്ങൾ അതിവേഗത്തിൽ ചെന്ന് ശിഷ്യന്മാരോട് ഈ വാർത്തയെ അറിയിക്കണം. ഈസ്റ്ററിൻ്റെ സന്ദേശം, ഈസ്റ്ററിൻ്റെ അർത്ഥം നമ്മളിൽ യാഥാർത്ഥ്യമാകുന്നത് എത്ര വേഗത്തിൽ ഈ സന്ദേശവുമായി നമുക്ക് ഓടാൻ കഴിയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. എത്ര കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ഓടാൻ കഴിയും? ദൂതൻ പറഞ്ഞു, വേഗത്തിൽ ചെന്ന് ശിഷ്യന്മാരെ അറിയിക്കണം. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ദൂതന്മാർക്ക് തന്നെ ആ ശിഷ്യന്മാരോട് ഈ സദ്വർത്തമാനം അറിയിച്ചുകൂടെ? ഇല്ല. അവനെ തേടി ഇറങ്ങിയവർ, അവനിവിടെ ഇല്ല എന്ന് വ്യക്തമായി കണ്ടവർ തന്നെ ആ വാർത്ത ചെന്ന് അറിയിക്കണം. മറ്റാരറിയിച്ചിരുന്നാലും ആ വാർത്തയിൽ വിശേഷതയില്ല. യേശു ആ കല്ലറയിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ളവരാരോ അവർ പറയുന്ന സന്ദേശമാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം. ആ സന്ദേശത്തിന് രണ്ട് വാക്ക്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഈ ഈസ്റ്റർ ഡേയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ഈ ഈസ്റ്റർ ഡേയിൽ നിനക്ക് കിട്ടിയ സന്ദേശം എന്താണ്? നീ എന്താണ് അറിയിക്കുന്നത്? നിനക്കെന്ത് വിളിച്ചു പറയുവാൻ കഴിയും? നീ ആ യേശുവിൻ്റെ ശരീരത്തെ അന്വേഷിച്ചിറങ്ങിയില്ല,
യേശുവിൻ്റെ ശരീരം അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുവാൻ നിനക്കൊരവസരം ലഭിച്ചിട്ടില്ല. അക്ഷരികമായും ആത്മീകമായും നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം ലഭിച്ചിട്ടില്ലാതിരിക്കെ ഈസ്റ്ററിനെ കുറിച്ച് എന്ത് സന്ദേശമാണ് നീ കൊടുക്കാൻ പോകുന്നത്? ആ സന്ദേശം കൊടുക്കുവാൻ നിന്റെ ജീവിതത്തിൽ ഓടുന്ന ഓട്ടത്തിന് എത്ര കിലോമീറ്റർ സ്പീഡുണ്ട്? ദൂതൻ പറഞ്ഞു, വേഗത്തിൽ ചെന്ന് ശിഷ്യന്മാരെ അറിയിക്കുക. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ സഭയോട് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നോക്കൂ, എഫേസ്യ സഭയിൽ ധാരാളം ബുദ്ധിമാന്മാരായ വിശുദ്ധന്മാരുണ്ടായിരുന്നു. അവർ യേശുവിന്റെ മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും വാചാലരായി സംസാരിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് അവർ കാൽവെച്ചത്. അവരോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ ഒരു സന്ദേശമുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെങ്കിൽ അതിനോടൊപ്പം നമ്മൾ ചേർത്ത് സന്ദേശമറിയിക്കേണ്ടതായ, പ്രതിവചിക്കേണ്ടതായ, മനസ്സിലാക്കേണ്ടതായ, അറിയിക്കേണ്ടതായ ഒരു വസ്തുത, ഒരു സന്ദേശമുണ്ട്. അത് മറ്റൊന്നുമല്ല, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതാണ് ഇന്ന് നമ്മുടെ ഈസ്റ്റർ സന്ദേശം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നതെന്ന് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് മുമ്പ് ആ സന്ദേശം ദൂതൻ ഏറ്റെടുത്തു. കാരണം മനുഷ്യർ അത് ആദ്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ യേശുവിൻ്റെ മരണം വ്യർത്ഥമായി പോകുമായിരുന്നു, കെട്ടുകഥയാകുമായിരുന്നു, പാളിച്ചകൾ ഉണ്ടാകുമായിരുന്നു, വാക്ക് ചേർച്ചകൾ വരികയില്ലായിരുന്നു, എന്തൊക്കെയോ പോരായ്മകൾ അവിടെ സംഭവിക്കുമായിരുന്നു. അതുകൊണ്ട് ആ സന്ദേശത്തിൻ്റെ ഉത്തരവാദിത്വം ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് വന്ന് ഏറ്റെടുത്തു. എന്ന് പറഞ്ഞതുപോലെ ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സന്ദേശവുമായി ലോകത്തെവിടെയും പ്രസംഗിക്കുവാനും പ്രചരിപ്പിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ഒരു വിഷയമുണ്ട്. അതിവേഗത്തിൽ ചെന്ന് ഈ സന്ദേശം മറ്റുള്ളവരോട് അറിയിക്കണം. അവനെ എവിടെ കാണാം, എവിടെ അവനുണ്ട് എന്നുള്ളതായ ഒരു സന്ദേശം നമ്മൾ അറിയിക്കുമ്പോഴാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് അത് അലിഞ്ഞു ചേർന്നിറങ്ങി വരുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എഫേസ്യ സഭയോട് സത്യം പൗലോസ് വെളിപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ ഉയിർപ്പിൻ്റെ സന്ദേശത്തോടുകൂടെ ഒരു കാര്യം കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ പറയുമ്പോൾ, ആ ഉയിർപ്പിന് നമ്മളിൽ ജീവൻ വലിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളെയും അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഈ ഉയിർപ്പിൻ്റെ സന്ദേശം എത്ര വേഗത്തിൽ, എത്ര കിലോമീറ്റർ സ്പീഡിൽ നിങ്ങൾ കോടി മറ്റുള്ളവരെ അറിയിക്കാൻ കഴിയുമോ, അതാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം. അനുഗ്രഹിക്കപ്പെട്ട ഈ ഈസ്റ്റർ ഡേയുടെ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, നാം ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? നിന്നിൽ ഈസ്റ്റർ ഡേ കൊണ്ടുവന്ന വ്യതിയാനം എന്ത്? ഈസ്റ്റർ ഡേ നിനക്ക് തന്ന സന്ദേശം എന്താണ്? ആ സന്ദേശം നിന്റെ ജീവിതത്തിൽ വരുത്തിയതായ വ്യതിയാനം എന്ത്? അനുഭവം എന്ത്? ആ ചിന്ത എന്ത്? ആ ഒരു അവസ്ഥ എന്ത്? നിന്നെ എങ്ങനെ അത് സ്വാധീനിച്ചു എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുമ്പോൾ സധൈര്യം നമ്മുടെ ജീവിതത്തിലും അത് ഏറ്റെടുത്ത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നെയും കൂടെയാണ് ഉയർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു നിർവചനം നമ്മുടെ മനസ്സിൽ ഉരുവാകുന്നുണ്ടെങ്കിൽ, ഉറപ്പാക്കുന്നുണ്ടെങ്കിൽ, ഈ ഈസ്റ്റർ ദിവസം നമ്മളെയും നമ്മുടെ കുടുംബത്തെയും തേടി വരുന്ന ഒരു സമാധാനമായി, സന്തോഷമായി അത് പര്യവസിക്കും. ഇല്ല എങ്കിൽ വെറും കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നവരെ പോലെ, വെറും കഥകൾ പറയുന്നവരെ പോലെ, നാടകം അഭിനയിക്കുന്നവരെ പോലെ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുന്നവരെ പോലെയൊക്കെ നമ്മുടെ കഥകളും ആരാധനകളും സന്ദേശങ്ങളും ആയിപ്പോകും. അതുകൊണ്ട് ഈ ക്രിസ്തീയ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം ഈ ദർശനം നമ്മുടെ ജീവിതത്തിൽ നമ്മളെയും കൂടെ ഉയർപ്പിക്കുന്ന ഒരനുഭവമായി മാറുന്നുണ്ടെങ്കിൽ, ഒരു സത്യമായി മാറുന്നുണ്ടെങ്കിൽ, ഒരു പരമാർത്ഥമായിട്ടുള്ള ഒരു വ്യതിയാനമായി നമ്മുടെ കുടുംബത്തിലും
നമ്മുടെ തലമുറകളിലും അത് വ്യാപിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഈസ്റ്റർ ഡേ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം നമുക്ക് സമ്മാനിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ആ ഭാഗ്യത്തെ ഈ പ്രഭാതത്തിൽ മനസ്സിലാക്കുവാൻ, അതിനെ ഗ്രഹിക്കുവാൻ എത്ര വേഗത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ സദ്വർത്തമാനം അറിയിക്കുവാൻ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുമോ? നിങ്ങളുടെ വാക്കുകൾക്ക് എത്ര വേഗത സൃഷ്ടിക്കാൻ കഴിയുമോ? നിങ്ങളുടെ സന്ദേശങ്ങൾക്ക് എത്ര മഹത്വം സൃഷ്ടിക്കാൻ കഴിയുമോ? അത് സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. അവൻ തന്ന കൽപ്പന എത്രയും വേഗത്തിൽ ഈ കാര്യം ചെന്ന് മറ്റ് ശിഷ്യന്മാരോടും അറിയിപ്പീൻ. അത് നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കല്ലറയിൽ ഇല്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ യേശു കടന്നു വന്നത് നമ്മുടെ ജീവിതത്തിലേക്കാണ്. നമ്മളെയും കൂടെ ഉയിർപ്പിന്റെ ശക്തിയാൽ ഉയർപ്പിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മളെയും കൂടെ പ്രത്യക്ഷപ്പെടുത്തുവാൻ ദൈവത്തിന് സ്വർഗത്തിന് ഇഷ്ടമായ ഈ മഹാദിവസത്തെ സന്തോഷത്തോടെ കാണുവാനും ദർശിക്കുവാനും അതിൻ്റെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനുള്ള ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭാഗ്യം നിങ്ങളുടെ ഭവനങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലും തേടി വരുമാറാകട്ടെ, അനുഭവസ്ഥമാകട്ടെ. ഉയിർപ്പിന്റെ ദിവസം, ഉയിർപ്പിന്റെ സന്തോഷം, ഉയിർപ്പിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തെയും ഭരിക്കുന്നതായി, നിങ്ങളുടെ ജീവിതത്തിലും പ്രതിഫലിപ്പിക്കുന്നതായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.